പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് +1 ചാപ്റ്റർ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 2 പ്ലാന്റ് കിങ്ഡം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻസ് ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ഫില്ലിംഗ് എ, ബി, സി ആൻഡ് ഡി. ആൽഗൽ ഡിവിഷൻസിൻ്റെയും അവയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയും തന്നിരിക്കുന്ന ടേബിള് ഫില്ല് ചെയ്യുക, പൂർത്തീകരിക്കുക. ആൽഗകളുടെ വർഗീകരണവും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പട്ടിക എ, ബി, സി, ഡി എന്നിവ പൂരിപ്പിച്ച് പൂർത്തീകരിക്കുക. ക്ലോറോഫൈസിയെ ക്ലോറോഫിൽ എ, ബി ഡാഷ്, ഫിയോഫൈസിയെ ക്ലോറോഫിൽ എ, സി ആൻഡ് ഡാഷ്, ലാമിനാരിൻ മാനിറ്റോൾ ഡാഷ്, ക്ലോറോഫിൽ എ, ഡി ആൻഡ് ഫൈക്കോ എറിത്രിൻ ഡാഷ് ഡി. അപ്പോൾ ഇവിടെ ഓരോ ആൽഗൽ ക്ലാസിൻ്റെയും പിഗ്മെൻസും അതുപോലെ തന്നെ റിസർവ് ഫുഡ് മെറ്റീരിയലുമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലോറോഫൈസിയുടെ പിഗ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, പക്ഷേ റിസർവ് ഫുഡ് മെറ്റീരിയൽ തന്നിട്ടില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ് ആൻസർ. ക്ലോറോഫൈസിയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. ഫിയോഫൈസിയുടെ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എയും സിയും തന്നിട്ടുണ്ട്, ബാക്കി പിഗ്മെൻറ്റ്സ് തന്നിട്ടില്ല. അപ്പോൾ അവയുടെ ബ്രൗൺ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഫ്യൂക്കോസാന്തിൻ, അതുപോലെ സാന്തോഫിൽ കാരോട്ടീൻ, ഈ പിഗ്മെൻറ്റുകളുടെ പേരൊക്കെ എഴുതാവുന്നതാണ്. മൂന്നാമത്തെ ആൽഗൽ ഡിവിഷൻ തന്നിട്ടില്ല. ഇപ്പോൾ സി എന്ന് പറയുന്നത് റോഡോഫൈസിയാണ്. ഇവിടെ പിഗ്മെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ റിസർവ് ഫുഡ് മെറ്റീരിയൽ തന്നിട്ടില്ല. ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. റോഡോഫൈസിയുടെ റിസർവ് ഫുഡ് മെറ്റീരിയലാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദി സ്റ്റോർഡ് ഫുഡ് ഓഫ് ദി ആൽഗൽ ക്ലാസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ആൽഗൽ ക്ലാസിൻ്റെ ടേബിളിൽ റിസർവ് ഫുഡ് മെറ്റീരിയലിൻ്റെ പേര് എഴുതുക. 2 ആൽഗൽ ക്ലാസ് തന്നിട്ടുണ്ട്, ഫിയോഫൈസിയ, റോഡോഫൈസിയ. അവയുടെ സ്റ്റോർഡ് ഫുഡ് എഴുതാനാണ്. ഇപ്പോൾ ഫിയോഫൈസിയുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. റോഡോഫൈസിയയിലാണെങ്കിൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. 2011 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. യെസ്, ഫിയോഫൈസിയ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ, റോഡോഫൈസിയ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ആൽഗൽ ക്ലാസ് റോഡോഫൈസിയെ. റോഡോഫൈസിയ എന്ന ആൽഗൽ ക്ലാസിൻ്റെ ഏതെങ്കിലും 2 സവിശേഷ ഗുണങ്ങൾ എഴുതുക. റോഡോഫൈസിയ വിഭാഗത്തിൽപ്പെട്ട ആൽഗകളുടെ ഏതെങ്കിലും 2 സവിശേഷ സ്വഭാവങ്ങൾ എഴുതുക. ഇങ്ങനെ ആൽഗൽ ക്ലാസുകളുടെ സവിശേഷ സ്വഭാവങ്ങൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അവയുടെ പിഗ്മെൻസും അതുപോലെ തന്നെ റിസർവ് ഫുഡ് മെറ്റീരിയലും എഴുതിയാൽ മതി. റോഡോഫൈസിയുടെ പിഗ്മെൻസ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ, ഡി അതുപോലെ ഫൈക്കോ എറിത്രിൻ ആണ്. റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ്. സോ ആൻസർ, പിഗ്മെൻസ് ആർ ക്ലോറോഫിൽ എ, ഡി ആൻഡ് ഫൈക്കോ എറിത്രിൻ. പിഗ്മെൻസ് ക്ലോറോഫിൽ എ, ഡി, ഫൈക്കോ എറിത്രിൻ എന്നിവയാകുന്നു. സ്റ്റോർഡ് ഫുഡ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. സ്റ്റോർഡ് ഫുഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ വെറൈറ്റി ഓഫ് വേസ്. ആൽഗകൾ മനുഷ്യന് പലതരത്തിൽ ഉപകാരപ്രദമാണ്. സജസ്റ്റ് എനി 4 യൂസസ് ഓഫ് ആൽഗെ. ആൽഗകളെ ഏതെങ്കിലും 4 ഉപയോഗങ്ങൾ നിർദ്ദേശിക്കുക. ധാരാളം പ്രയോജനങ്ങളുള്ള സസ്യവിഭാഗമാണ് ആൽഗകൾ. ഇവയുടെ ഏതെങ്കിലും 4 ഉപയോഗങ്ങൾ നിർദ്ദേശിക്കുക. ആൽഗകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2017 മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ ധാരാളം ഉപയോഗങ്ങളുണ്ട്, അതിലേതെങ്കിലും 4 എണ്ണം എഴുതുക. ആൽഗകൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ ചില ആൽഗകൾ ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ അഗാർ എന്ന് പറഞ്ഞ പൗഡർ ലഭിക്കും ആൽഗകളിൽ നിന്ന്. ഇത് മൈക്രോബ്സിനെ വളർത്താനും അതുപോലെ ഐസ്ക്രീം, ജെല്ലികളിലൊക്കെ ഉപയോഗിക്കും. ദെൻ ചില ആൽഗകൾ പ്രോട്ടീൻ റിച്ച് ആണ്, അത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ ആൽഗകൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിലൂടെ ധാരാളം ഓക്സിജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അവയുടെ സറൗണ്ടിങ്സിൽ ഓക്സിജൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, ആൻസേഴ്സിലേക്ക് പോവാം. 1, സം മറൈൻ ആൽഗെ ആർ യൂസ്ഡ് ആസ് ഫുഡ്. ചില മറൈൻ ആൽഗകൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ലാമിനാരിയ സർഗാസം. ലാമിനാരിയ സർഗാസം പോലെയുള്ളവ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. സം മറൈൻ ആൽഗെ പ്രൊഡ്യൂസ് ഹൈഡ്രോകൊളോയിഡ്സ്. ചില മറൈൻ ആൽഗകൾ ഹൈഡ്രോകൊളോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രോകൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുള്ള സബ്സ്റ്റൻസുകളെയാണ് ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൽജിൻ ഫ്രം ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗകളിൽ നിന്ന് ആൽജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡ് ലഭിക്കും. കാരാജിൻ ഫ്രം റെഡ് ആൽഗെ. റെഡ് ആൽഗകളിൽ നിന്നാണെങ്കിൽ കാരാജിൻ ലഭിക്കും. അഗാർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ജെലീഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയയിൽ നിന്നും അഗാർ ലഭിക്കും. 2 റെഡ് ആൽഗകളാണ് ജെലീഡിയം, ഗ്രാസിലേറിയ. ഇവയിൽ നിന്ന് അഗാർ ലഭിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് ടു പ്രിപ്പയർ ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഇത് മൈക്രോബ്സിനെ വളർത്താനും അതുപോലെ തന്നെ
ഐസ്ക്രീം ജെല്ലികൾ ഇവ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. ക്ലോറൽ ആൻഡ് സ്പൈറുലിന ആർ യൂണിസെല്ലുലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻസ്. ക്ലോറലയും സ്പൈറുലിനയും പ്രോട്ടീൻ റിച്ച് ആയ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗകളാണ്. ആൻഡ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ് ഈവൻ ബൈ സ്പേസ് ട്രാവലേഴ്സ്. ക്ലോറൽ ആൻഡ് സ്പൈറുലിന ആർ യൂണിസെല്ലുലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻസ്. പ്രോട്ടീൻ റിച്ച് ആയ യൂണിസെല്ലുലാർ ആൽഗകളാണ് ക്ലോറലയും സ്പൈറുലിനയും. ആൻഡ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ് ഈവൻ ബൈ സ്പേസ് ട്രാവലേഴ്സ്. ഇവ ബഹിരാകാശ യാത്രികർ പോലും ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈവൻ ദോ ആൽഗെ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓൺ അക്വാട്ടിക് ഇക്കോസിസ്റ്റംസ്. അക്വാട്ടിക് ഇക്കോസിസ്റ്റംസിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ആൽഗകളെങ്കിൽ പോലും മാൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ആൽഗെ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. ആൽഗകൾ മനുഷ്യന് വിവിധ തരത്തിൽ ഉപകാരപ്രദമാണ്. റൈറ്റ് എനി 4 points ഇൻ ഫേവർ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന രീതിയിൽ, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതാം. 2012 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൽഗകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ആൽഗകളുടെ ഏതെങ്കിലും 4 ഉപയോഗങ്ങളാണ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് റീസൺസ് ഫോർ ദി ഫോളോയിങ്. തുടർന്ന് വരുന്നതിനുള്ള കാരണം എഴുതാം. ബ്രയോഫൈറ്റ്സ് ആർ കാൾഡ് ആസ് ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തെ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബ്രയോഫൈറ്റുകളെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. 2013 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കാരണം എന്താണ്? ഇവയ്ക്ക് സോയിൽ ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ കരയിൽ ജീവിക്കാൻ കഴിയും. പക്ഷേ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇവർക്ക് വെള്ളം അത്യാവശ്യമാണ്. സോ ആൻസർ, ബിക്കോസ് ദീസ് പ്ലാന്റ്സ് ക്യാൻ ലിവ് ഇൻ സോയിൽ. കാരണം ഈ സസ്യങ്ങൾക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയും. ബട്ട് ആർ ഡിപെൻഡന്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റിപ്രൊഡക്ഷൻ. പക്ഷേ സെക്ഷൽ റിപ്രൊഡക്ഷന് വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഇൻ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിശേഷണമാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. നെയിം ദ പ്ലാന്റ് ഗ്രൂപ്പ്. ആ പ്ലാന്റ് ഗ്രൂപ്പിന്റെ പേരെഴുതാം. ആൻഡ് ലിസ്റ്റ് എനി 3 വെജിറ്റേറ്റീവ് ഓർ റിപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് ദാറ്റ് പ്ലാന്റ് ഗ്രൂപ്പ്. ആ പ്ലാന്റ് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും 3 വെജിറ്റേറ്റീവോ റിപ്രൊഡക്റ്റീവോ ആയ ക്യാരക്ടേഴ്സ് എഴുതുക. സസ്യകുടുംബ മേഖലയിലെ ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കാനാണ് സസ്യകുടുംബ മേഖലയിലെ ഉഭയജീവികൾ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ആ പ്രത്യേക സസ്യവിഭാഗത്തിന്റെ പേരെഴുതുക. സസ്യവിഭാഗത്തിന്റെ അലൈംഗികമോ ലൈംഗികമോ ആയ 3 സ്വഭാവ സവിശേഷതകൾ രേഖപ്പെടുത്തുക. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത് ബ്രയോഫൈറ്റുകളെയാണ്. ഇനി അവയുടെ വെജിറ്റേറ്റീവോ റിപ്രൊഡക്റ്റീവോ ആയിട്ടുള്ള ഏതെങ്കിലും 3 ക്യാരക്ടേഴ്സ് എഴുതുകയാണുള്ളത് വേണ്ടത്. സോ ആൻസർ ഇസ് ബ്രയോഫൈറ്റ. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. പ്ലാന്റ് ബോഡി ഈസ് താലസ് ലൈക്ക്. പ്ലാന്റ് ബോഡി താലസ് പോലെയാണ്. ദേ ഡു നോട്ട് ഹാവ് ട്രൂ റൂട്ട്സ്, സ്റ്റെം ആൻഡ് ലീവ്സ്. അവയ്ക്ക് യഥാർത്ഥമായിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീവ്സ് ഒന്നുമില്ല. ദേ ഹാവ് സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതേസമയം സ്റ്റെമ്മ് പോലത്തെ, ലീഫ് പോലത്തെ, റൂട്ട് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദേ ഹാവ് നോ വാസ്കുലാർ ടിഷ്യൂസ്. അവയ്ക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. ഇനി റിപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ആണ് എഴുതുന്നതെങ്കിൽ 3 റിപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിലേക്ക് പോവാം. The sex organs in bryophytes are multicellular. ബ്രയോഫൈറ്റുകളുടെ സെക്സ് ഓർഗൻസ് മൾട്ടിസെല്ലുലാർ ആണ്. The male sex organ is called antheridia. മെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേരാണ് ആന്ത്രീഡിയ. ഫീമെയിൽ സെക്സ് ഓർഗൻ ഈസ് കാൾഡ് ആർക്കിഗോണിയം. ഫീമെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേരാണ് ആർക്കിഗോണിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Liverworts reproduce asexually by fragmentation and by a specialized structure. ബ്രയോഫൈറ്റയിലെ ഒരു വിഭാഗമാണ് ലിവർവേർഡ്സ്. ഈ ലിവർവേർഡ്സ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ അവയിൽ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ മുഖാന്തരമോ ആണ്. നെയിം ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോർ അസെക്ഷൽ റിപ്രൊഡക്ഷൻ. അവയിലെ അസെക്ഷൽ റിപ്രൊഡക്ഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ പേരെഴുതുക. 2011 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അവയിൽ കാണുന്ന ആ സ്പെഷ്യലൈസ്ഡ് അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ജെമ്മെ. സോ ആൻസർ ജെമ്മെ. 9th question. The given figure shows a plant belonging to liverworts. ലിവർവേർഡ്സിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ പ്ലാന്റ്. പ്ലാന്റ് ഏതാണെന്ന് കണ്ടെത്തുക. നെയിം ദ അസെക്ഷൽ ബഡ് സീൻ ഓൺ ഇറ്റ്. അതിൽ കാണപ്പെടുന്ന അസെക്ഷൽ ബഡിന്റെ പേരെഴുതുക. ആൻഡ് റൈറ്റ് ദെയർ ഫീച്ചേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക. ലിവർവേർഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യം ഏതെന്ന് തിരിച്ചറിയാം. സസ്യം ഏതാണ്? മർക്കേൻഷിയാണ്. അതിൽ കാണുന്ന അസെക്ഷൽ ബഡ് അല്ലെങ്കിൽ അലൈംഗിക മുകുളങ്ങൾ ഏതെന്ന് എഴുതുക. ഏതാണ്? ജെമ്മയാണ്. അവയുടെ പ്രത്യേകത എന്താണെന്ന്.
ആൻസർ ദ പ്ലാന്റ് ഈസ് മർക്കാൻഷ്യ. പ്ലാന്റ് എന്ന് പറയുന്നത് മർക്കാൻഷ്യയാണ്. അപ്പം അതിന് അര സ്കോറാണുള്ളത്. അസെക്ഷൽ ബഡ്സ് ആർ ജെമ്മെ. അസെക്ഷൽ ബഡുകളാണ് ജെമ്മെ, അതിന് അര സ്കോർ. ഇനി 1 സ്കോർ എന്ന് പറയുന്നത് ജെമ്മയുടെ ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇപ്പം ജെമ്മെ എന്താണ്? ജെമ്മെ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ് വിച്ച് ഡെവലപ്പ് ഇൻ സ്മോൾ റിസെപ്റ്റക്കിൾസ് കോൾഡ് ജെമ്മെ കപ്സ് ലൊക്കേറ്റഡ് ഓൺ താലൈ. ജെമ്മെ എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അസെക്ഷൽ ബഡുകളാണ്, അലൈംഗിക മുകുളങ്ങളാണ്. വിച്ച് ഡെവലപ്പ് ഇൻ സ്മോൾ റിസെപ്റ്റക്കിൾസ് കോൾഡ് ജെമ്മെ കപ്സ്. ജെമ്മെ കപ്പുകൾ എന്നറിയപ്പെടുന്ന ചെറിയ റിസെപ്റ്റക്കിളുകളിലാണ് അവ ഡെവലപ്പ് ചെയ്യുന്നത്. ലൊക്കേറ്റഡ് ഓൺ താലൈ, കാണപ്പെടുന്നത് എവിടെയാണ്? താലസിലാണ് കാണപ്പെടുന്നത്. 2018 മാർച്ചിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കുക. ഇറ്റ് ഷോസ് 2 phases ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളിലുള്ള 2 ഘട്ടങ്ങളാണ് അത് കാണിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇത് ഒരു സസ്യത്തിന്റെ ജീവിതചക്രത്തിലെ 2 ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ഐഡന്റിഫൈ ദ ഫേസ് മാർക്ക്ഡ് ആസ് എ. എ എന്ന് പറയുന്ന ഫേസ് ഏതാണെന്ന് കണ്ടെത്തുക. എ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. റൈറ്റ് എനി 2 പെക്യുലിയേരിറ്റീസ് ഓഫ് ദി സ്റ്റേജ്. ഈ ഘട്ടത്തിന്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഗമറ്റോഫൈറ്റിനെ ആശ്രയിച്ചാണ് കാണപ്പെടുന്നത്. മറ്റൊന്ന് സ്പോറോഫൈറ്റിന്റെ വിവിധ ഭാഗങ്ങൾ എഴുതാം. സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റ്, ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ആൻസർ എ ഈസ് സ്പോറോഫൈറ്റ്. അതിന്റെ ഫീച്ചേഴ്സ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗമറ്റോഫൈറ്റ്. അത് ഗമറ്റോഫൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അത് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. 2019 മാർച്ചിന് ചോദിച്ച ചോദ്യമാണ്. 2 സ്കോറാണുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 എക്കണോമിക് യൂസസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളുടെ ഏതെങ്കിലും 2 എക്കണോമിക് യൂസുകൾ എഴുതുക. 2020 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2 സ്കോറാണുള്ളത്. അപ്പം 4 എക്കണോമിക് ഇമ്പോർട്ടൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും എഴുതുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള 2 എണ്ണം. ഒന്ന്, സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ആനിമൽസ്. ചില മോസുകൾ അനിമൽസിന് ഭക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ ചില മോസുകളെ അനിമൽസിന് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, മോസസ് ഡീകമ്പോസ് റോക്സ് ആൻഡ് ഹെൽപ്പ് ഇൻ പ്ലാന്റ് സക്സഷൻ. മോസുകൾ പാറകൾ വിഘടിപ്പിക്കുന്നു, അങ്ങനെ പ്ലാന്റ് സക്സഷന് സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് കോളം ബി. കോളം എയും ബിയും ചേരുംപടി ചേർക്കുക. എ കോളത്തിൽ പ്രോതാലസ്, പ്രോട്ടോനിമ, ആന്ത്രീഡിയം, ജെമ്മെ. ബി കോളത്തിൽ അസെക്ഷൽ ബഡ്സ് ഇൻ ലിവർവേർട്ട്. ലിവർവേർട്ടുകളിലെ അലൈംഗിക മുകുളങ്ങൾ. സ്പോറോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേമുകളുടെ സ്പോറോഫൈറ്റ്. താലോയിഡ് ഗമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റുകളുടെ താലോയിഡ് ഗമറ്റോഫൈറ്റ്. മെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളുടെ ആൺ പ്രത്യുൽപാദന ഭാഗം. ഗമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. മോസുകളുടെ ഗമറ്റോഫൈറ്റിക് സ്റ്റേജ് ഘട്ടം. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ പ്രോതാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താലോയിഡ് ഗമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റിന്റെ ഗമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ് എന്ന് പറയുന്നത്. പ്രോട്ടോനീമ എന്ന് പറഞ്ഞാലോ, മോസുകളുടെ ഗമറ്റോഫൈറ്റിക് സ്റ്റേജിനെയാണ് പ്രോട്ടോനീമ എന്ന് പറയുന്നത്. ഗമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ആന്ത്രീഡിയം എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗൻ ആണ്. മെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ജെമ്മെ ലിവർ വേർഡ്സിലെ അസെക്ഷൽ ബഡ് ആണ്. അസെക്ഷൽ ബഡ്സ് ഇൻ ലിവർ വേർഡ്സ്. സോ ആൻസർ പ്രോതാലസ്, താലോയിഡ് ഗമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. പ്രോട്ടോനീമ ഗമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ആന്ത്രീഡിയം മെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ജെമ്മെ അസെക്ഷൽ ബഡ്സ് ഇൻ ലിവർ വേർഡ്സ്. Next question. In bryophytes, the dominant phase in the life cycle is gametophytic plant. ബ്രയോഫൈറ്റുകളിൽ ലൈഫ് സൈക്കിളിലെ ഡൊമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഗമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. ഹവർ ഇൻ ടെറിഡോഫൈറ്റ്സ്, എന്നിരുന്നാലും ടെറിഡോഫൈറ്റ്സിൽ ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്. മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഒരു സ്പോറോഫൈറ്റ് ആണ്. ഹൗ ക്യാൻ വി ഈസിലി ഡിഫറൻഷിയേറ്റ് ദ സ്പോറോഫൈറ്റ്സ് ഇൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്? ബ്രയോഫൈറ്റിലെയും ടെറിഡോഫൈറ്റിലെയും സ്പോറോഫൈറ്റുകളെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രയോഫൈറ്റുകളുടെയും ടെറിഡോഫൈറ്റുകളുടെയും സ്പോറോഫൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് എഴുതേണ്ടത്. 2011 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസുകൾ എഴുതാൻ പറഞ്ഞാൽ ഒരു ടേബിൾ വരയ്ക്കുക, 2 കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ സ്പോറോഫൈറ്റ് ഓഫ് ബ്രയോഫൈറ്റ്, രണ്ടാമത്തെ കോളത്തിൽ സ്പോറോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റിന്റെ സ്പോറോഫൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗമറ്റോഫൈറ്റ്. ഗമറ്റോഫൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അതേസമയം ടെറിഡോഫൈറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. സ്പോറോഫൈറ്റിൽ അത് ഇൻഡിപെൻഡന്റ് ആണ്, സ്വന്തമായിട്ടുള്ള നിലനിൽപ്പുണ്ട്, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല.
സെക്കൻഡ് വൺ, ബ്രയോഫൈറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ബ്രയോഫൈറ്റിന്റെ സ്പോറോഫൈറ്റ്, ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ വേർതിരിഞ്ഞിരിക്കുന്നു. അതേസമയം ടെറഡോഫൈറ്റിലാണെങ്കിൽ അവയുടെ മെയിൻ പ്ലാൻ ബോഡിയാണ് സ്പോറോഫൈറ്റ്, അതുകൊണ്ട് തന്നെ അത് റൂട്ട്, സ്റ്റെം, ലീഫ് എന്നിങ്ങനെയാണ് വേർതിരിഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. റൂട്ട്, സ്റ്റെം, ലീവ്സ് എന്നിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോനിമ ആൻഡ് പ്രോതാലസ്. പ്രോട്ടോനിമയും പ്രോതാലസും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. പ്രോട്ടോനിമയും പ്രോതാലസും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. 2017 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ പ്രോട്ടോനിമ എന്ന് പറയുന്നത് മോസിന്റെ ഗമറ്റോഫൈറ്റിന്റെ ആദ്യഘട്ടമാണ്. അതേസമയം പ്രോതാലസ് എന്ന് പറയുന്നത് അത് ടെറഡോഫൈറ്റിന്റെ ഗമറ്റോഫൈറ്റ് ആണ്. മറ്റൊന്ന് അവയുടെ ആകൃതി എഴുതാം. പ്രോട്ടോനിമ ബ്രാഞ്ച്ഡ് ആണ്, ഫിലമെന്റസ് ആണ്. പ്രോതാലസ് ആണെങ്കിൽ ഹാർട്ട് ഷേപ്ഡ് ആണ്. പ്രോട്ടോനിമ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗമറ്റോഫൈറ്റ് ഓഫ് എ മോസ്. മോസിന്റെ ഗമറ്റോഫൈറ്റിന്റെ ആദ്യത്തെ ഘട്ടമാകുന്നു പ്രോട്ടോനിമ. അതേസമയം പ്രോതാലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗമറ്റോഫൈറ്റ് ഓഫ് ടെറഡോഫൈറ്റ്സ്. ടെറഡോഫൈറ്റുകളുടെ ഗമറ്റോഫൈറ്റ് ആകുന്നു പ്രോതാലസ്. പ്രോട്ടോനിമ ഇറ്റ് ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെന്റസ്. അത് ബ്രാഞ്ച്ഡ് ആണ്, ഫിലമെന്റസ് ആണ്, നാരുപോലെയുള്ളതാണ്, ശാഖകളോട് കൂടിയതാണ്. പ്രോതാലസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹാർട്ട് ഷേപ്ഡ്. അത് ഹൃദയത്തിന്റെ ആകൃതിയാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Salaginella produces macro and microspores in the same strobilus is called dash. Salaginella രണ്ട് തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. മാക്രോസ്പോർസും മൈക്രോസ്പോർസും ഒരേ സ്ട്രോബിലസിലും. അതിന് പറയുന്ന പേരെന്താണോ? ഹെറ്ററോസ്പോറി എന്നാണ്. ഇങ്ങനെ രണ്ട് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പറയാം. സോ ആൻസർ ഈസ് ഹെറ്ററോസ്പോറി. ഹാഫ് സ്കോർ ആണ്. 2011 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺലൈക്ക് എ മെജോറിറ്റി ഓഫ് ടെറഡോഫൈറ്റ്സ്, മെജോറിറ്റി ടെറഡോഫൈറ്റുകളുടെയും പോലെ അല്ലാതെ ജനറ ലൈക്ക് സലാജിനല്ല ആൻഡ് സാൽവീനിയ ഷോ എ യുണീക്ക് ഫീച്ചർ ഇൻ സ്പോർ ഫോർമേഷൻ. സലാജിനല്ല, സാൽവീനിയ പോലെയുള്ള ജീനസുകൾ അവയുടെ സ്പോർ ഫോർമേഷനിൽ ഒരു യുണീക്ക് ഫീച്ചർ, ഒരു സവിശേഷ ഗുണം കാണിക്കുന്നു. വാട്ട് ഈസ് ദ ഫീച്ചർ? ആ ഫീച്ചർ ഏതാണ്? ഫീച്ചർ ഹെറ്ററോസ്പോറിയാണ്. സലാജിനല്ലയും സാൽവീനിയയും രണ്ട് തരത്തിലുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫിനോമിനയെ നമ്മൾ ഹെറ്ററോസ്പോറി എന്ന് പറയും. സോ ആൻസർ എ, ഹെറ്ററോസ്പോറി. ബ്രീഫ്ലി കമന്റ് ഓൺ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചുരുക്കി കമന്റ് ചെയ്യാം. ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത് സീഡ് ഹാബിറ്റിന്റെ പ്രിക്കേഴ്സർ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. സോ ആൻസർ ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. ഹെറ്ററോസ്പോറിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മോസ്റ്റ് ടെറഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ് ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. മിക്കവാറും ടെറഡോഫൈറ്റുകളും ഹോമോസ്പോറസ് ആണ്, പക്ഷേ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, ഒഴികഴിവുകളുണ്ട്. എ, ഐഡന്റിഫൈ 2 ഹെറ്ററോസ്പോറസ് ജനറ. ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള രണ്ട് ജീനസുകൾ ഏതെന്ന് കണ്ടെത്തുക. സലാജിനല്ലയും സാൽവീനിയയും ആണ്. സോ ആൻസർ സലാജിനല്ല ആൻഡ് സാൽവീനിയ. ഹെറ്ററോസ്പോറി ഈസ് എ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. ഹെറ്ററോസ്പോറി സീഡ് ഹാബിറ്റിന്റെ ഒരു പ്രിക്കേഴ്സർ ആകുന്നു, മുന്നോടിയായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. പോയിന്റ് ഔട്ട് എനി വൺ കോമൺ ക്യാരക്ടർ ഫൗണ്ട് ഇൻ ഹെറ്ററോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ്. ഹെറ്ററോസ്പോറിയിലും സീഡ് ഹാബിറ്റിലും കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു പൊതു സ്വഭാവം എഴുതുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക. ഹെറ്ററോസ്പോറിയിലും സീഡ് ഹാബിറ്റിലും കാണുന്ന പൊതു സ്വഭാവമാണ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്സ് ആർ റീടൈൻഡ് ഇൻ പാരന്റ് സ്പോറോഫൈറ്റ്. പാരന്റ് സ്പോറോഫൈറ്റിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് നിലനിർത്തപ്പെടും. സൈഗോട്ട് എംബ്രിയോ ആകുന്നത് ഫീമെയിൽ ഗമറ്റോഫൈറ്റിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പാരന്റ് സ്പോറോഫൈറ്റിൽ വെച്ചുകൊണ്ടാണ് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ദ ഫീമെയിൽ ഗമറ്റോഫൈറ്റ്സ് ആർ റീടൈൻഡ് ഓൺ ദി പാരന്റ് സ്പോറോഫൈറ്റ്സ്. ഫീമെയിൽ ഗമറ്റോഫൈറ്റുകൾ പാരന്റ് സ്പോറോഫൈറ്റിൽ നിലനിർത്തപ്പെടുന്നു. ദി ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ഇൻ ടു എംബ്രിയോ ടേക്സ് പ്ലേസ് വിത്തിൻ ദി ഫീമെയിൽ ഗമറ്റോഫൈറ്റ്സ്. ഈ നിലനിർത്തപ്പെട്ട ഫീമെയിൽ ഗമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫംഗസ് ഇൻ മൈക്കോറൈസ? മൈക്കോറൈസയിലെ ഫംഗസിന്റെ റോൾ എന്താണ്? ഫംഗസ് ആണ് വാട്ടർ മിനറൽസും അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത്. ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്കോറൈസ ആൻഡ് കോറലോയിഡ് റൂട്ട്സ്. മൈക്കോറൈസയും കോറലോയിഡ് റൂട്ട്സും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ വേരുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. അതേസമയം കോറലോയിഡ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയകളും അതുപോലെ തന്നെ സൈക്കസിന്റെ ഒക്കെ പോലെയുള്ള ഹയർ പ്ലാന്റ്സിന്റെ വേരുകളും തമ്മിലുള്ള അസോസിയേഷനെയാണ് കോറലോയിഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. മൈക്കോറൈസ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ഫംഗസ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. മൈക്കോറൈസ എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സിന്റെ വേരുകളും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ്.
കോർലോയിഡ് റൂട്ട്സ് ആണെങ്കിലോ അസോസിയേഷൻ ഓഫ് റൂട്ട്സ്, എക്സാമ്പിൾ സൈക്കസ് വിത്ത് നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ. സൈക്കസ് അഥവാ ഈന്ത് പോലെയുള്ള പ്ലാന്റ്സിന്റെ വേരുകളും നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയകളും തമ്മിലുള്ള അസോസിയേഷനെയാണ് കോർലോയിഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള വേരുകളെയാണ് കോർലോയിഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളംസ് എ ആൻഡ് ബി. എ, ബി എന്നീ കോളങ്ങൾ ചേരുംപടി ചേർക്കുക. എയിൽ പ്രോതാലസ് ഉണ്ട്, സ്പോറോഫിൽസ് ഉണ്ട്, കോർലോയിഡ് റൂട്ട്സ് ഉണ്ട്, പ്രോട്ടോനീമ. ബിയിൽ മോസസ്, പ്ലാൻ ബോഡി ഓഫ് ആൽഗെ, ആൽഗകളുടെ പ്ലാൻ ബോഡി. ഗമറ്റോഫൈറ്റ് ഓഫ് ടെറോഫൈറ്റ്സ്, ടെറോഫൈറ്റുകളുടെ ഗമറ്റോഫൈറ്റ്. സ്പൊറാഞ്ചിയ ബിയറിംഗ് ലീവ്സ്, സ്പൊറാഞ്ചിയ അടങ്ങിയിട്ടുള്ള ഇലകൾ. നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണം. താഴെ തന്നിരിക്കുന്ന എ ബി കോളങ്ങൾ ചേരുംപടി ചേർക്കുക. എ പ്രോതാലസ്, സ്പോറോഫിൽ, കോർലോയിഡ് വേരുകൾ, പ്രോട്ടോനീമ. ബി മോസുകൾ, ആൽഗയുടെ ശരീരം, ടെറോഫൈറ്റുകളുടെ ഗമറ്റോഫൈറ്റ്, സ്പൊറാഞ്ചിയ ഉള്ള ഇലകൾ, നൈട്രജൻ സ്ഥിരീകരണം. ഇവിടെ പ്രോതാലസുമായിട്ട് യോജിക്കുന്ന ഏതാണ്? ഗമറ്റോഫൈറ്റ് ഓഫ് ടെറോഫൈറ്റ്സ്, സ്പോറോഫിൽസ്, സ്പൊറാഞ്ചിയ ബിയറിംഗ് ലീവ്സ്. സ്പൊറാഞ്ചിയോടുകൂടിയ ഇലകളെയാണ് സ്പോറോഫില്ലുകൾ എന്ന് പറയുന്നത്. കോർലോയിഡ് റൂട്ട്സ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നു. സോ കോർലോയിഡ് റൂട്ട്സിന് മാച്ച് ചെയ്യുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. പ്രോട്ടോനീമ എന്ന് പറയുന്നത് മോസുകളുടെ ഗമറ്റോഫൈറ്റ് ആണ്. ഇപ്പോൾ പ്രോട്ടോനീമ മോസസ്. പ്രോതാലസ് ഗമറ്റോഫൈറ്റ് ഓഫ് ടെറോഫൈറ്റ്സ്, സ്പോറോഫിൽസ്, സ്പൊറാഞ്ചിയ ബിയറിംഗ് ലീവ്സ്, കോർലോയിഡ് റൂട്ട്സ് നൈട്രജൻ ഫിക്സേഷൻ, പ്രോട്ടോനീമ മോസസ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ബി. കോളം എയും ബിയും തമ്മിൽ ചേരുംപടി ചേർക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഹെറ്ററോസ്പോറി, പ്രോട്ടോനീമ, നെയ്ക്കഡ് സീഡ്സ്. ഇതാണ് എ കോളത്തിലുള്ളത്. ബി കോളത്തിൽ ബ്രയോഫൈറ്റ, ആൽഗെ, ജിംനോസ്പേം, ടെറോഫൈറ്റ്, ജിംനോസ്പേം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിലാണ് കാണപ്പെടുന്നത്. ഹെറ്ററോസ്പോറി ടെറോഫൈറ്റുകൾ കാണപ്പെടുന്നു. പ്രോട്ടോനീമ, ബ്രയോഫൈറ്റ്, നെയ്ക്കഡ് സീഡ്സ്, ജിംനോസ്പേം. സോ ആൻസർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേം, ഹെറ്ററോസ്പോറി ടെറോഫൈറ്റ്, പ്രോട്ടോനീമ, ബ്രയോഫൈറ്റ്, നൈക്കഡ് സീഡ്സ്, ജിംനോസ്പേം. ഇത്രയുമാണ് സെക്കൻഡ് ചാപ്റ്ററിലെ മുൻ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, എക്സാമിന് തയ്യാറെടുക്കുക. താങ്ക് യു.